സ്നേഹത്തിൻ ഭാവമേ, സ്നേഹസ്വരൂപനേ, സദയം നിൻ മുന്നിൽ നിൽക്കുന്നിതാ, കൃപാവരം തന്നനുഗ്രഹിക്കൂ. സദയം നിൻ മുന്നിൽ നിൽക്കുന്നിതാ, കൃപാവരം തന്നനുഗ്രഹിക്കൂ. സ്നേഹത്തിൻ ഭാവമേ, സ്നേഹസ്വരൂപനേ, സദയം നിൻ മുന്നിൽ നിൽക്കുന്നിതാ, കൃപാവരം തന്നനുഗ്രഹിക്കൂ. സദയം നിൻ മുന്നിൽ നിൽക്കുന്നിതാ, കൃപാവരം തന്നനുഗ്രഹിക്കൂ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ആണ്ടുവട്ടത്തിലെ 13-ാം വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും കർത്താവായ യേശു ക്രിസ്തു നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രകടനമായ അവിടുത്തെ ബലി നമുക്ക് പങ്കിട്ട് തരുവാനായിട്ട് കർത്താവിൻ്റെ രക്ഷയേകുന്ന ഈ ബലിപീഠത്തിങ്കിലേക്ക് നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ആത്മീയതയെ, നമ്മുടെ ജീവിതത്തെ സ്വീകരിക്കുകയാണ്. ആയതിനാൽ ദൈവത്തോട് നന്ദിയുള്ളവരായി മാറാം. നമുക്കറിയാവുന്നതുപോലെ, നമ്മളെ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ, ജ്ഞാനസ്ഥാനത്തിലൂടെ നമ്മുടെ ജീവിതത്തിലെ പാപമാലിന്യങ്ങൾ കഴുകി വിശുദ്ധീകരിക്കപ്പെടുകയും ഓരോ ദിവസത്തിലെ അനുദിന വിശുദ്ധ കുർബാനയിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട കാഴ്ചവസ്തുവായി നമ്മളെ തന്നെ കർത്താവിൻ്റെ ബലിപീഠത്തിലേക്ക്, കർത്താവിൻ്റെ ബലിയോടൊപ്പം ചേർത്ത് പിടിക്കുവാനും അതിലൂടെ ഉത്ഥാനം ചെയ്ത യേശുവിൻ്റെ മഹത്തായ രഹസ്യത്തിൽ സ്വർഗരാജ്യത്തിൽ പങ്കുചേരുവാനായിട്ട് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ബലിവേദിക്ക് ചുറ്റുമായിരിക്കുമ്പോൾ നമ്മളെ തന്നെ പരിപൂർണമായിട്ടും നിർമ്മലമായ യാഗത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ടും ഈ വിശുദ്ധ ബലി യഥായോഗ്യതയോടുകൂടി അർപ്പിക്കേണ്ടതിന് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കുകയും കർത്താവിൻ്റെ കാരുണ്യത്തിനായി കേണപേക്ഷിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യന്യായ പരിസമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ.
ചങ്ങയെ വാഴ്ത്തുന്നു. ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈക ശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവ സൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനി അന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനി അന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ. കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവു തന്നൈക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ. അങ്ങു താനേകനാം നാഥനും. അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ദത്തെടുപ്പിൻ്റെ കൃപയാൽ ഞങ്ങളെ പ്രകാശത്തിൻ്റെ മക്കളാക്കുവാൻ അങ്ങ് തിരുവള്ളമായല്ലോ. പാപാന്ധകാരത്തിൻ്റെ അധീനതയിൽപ്പെടാതെ സുവിക്ത സത്യത്തിൻ്റെ പ്രഭയിൽ എന്നും ഞങ്ങൾ പ്രശോഭിച്ച് നിൽക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നിന്ന്. ഒരിക്കൽ ഏലീശാം ശൂന്യമിൽ ചെന്നപ്പോൾ ഒരു ധനിക അവനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. ആ വഴി കടന്നു പോകുമ്പോഴെല്ലാം അവൻ ഭക്ഷണത്തിന് ആ വീട്ടിൽ ചെല്ലുക പതിവായി. അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഇതിലെ പോകാറുള്ള ആ മനുഷ്യൻ ഒരു ദൈവപുരുഷനാണ്. നമുക്ക് മട്ടുപ്പാവിൽ ചെറിയ ഒരു മുറിയുണ്ടാക്കി അതിൽ കിടക്കയും മേശയും കസേരയും വിളക്കും വയ്ക്കാം. വരുമ്പോഴൊക്കെ അവൻ അവിടെ വിശ്രമിക്കാമല്ലോ. ഒരിക്കൽ അവൻ അവിടെ വിശ്രമിക്കുകയായിരുന്നു. ഏലീശ പറഞ്ഞു, അവൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഭൃത്യനായ ഗൃഹസ്ഥി പറഞ്ഞു, അവൾക്ക് മക്കളില്ല, ഭർത്താവ് വൃദ്ധനുമാണ്. അവൻ പറഞ്ഞു, അവളെ വിളിക്കുക. വിളിച്ചപ്പോൾ അവൾ വാതിൽക്കൽ വന്നു നിന്നു.
ഏലീശ പറഞ്ഞു, അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു പുത്രനെ താലോലിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവെ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. കർത്താവെ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. കർത്താവെ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എൻ്റെ അതിരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും. എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. കർത്താവെ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. ഉത്സവാഘോഷത്താൽ അങ്ങയെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവെ, അവർ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുന്നു. അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കുന്നു. അങ്ങയുടെ നീതിയെ പുകഴ്ത്തുന്നു. കർത്താവെ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും. അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത്. കർത്താവാണ് ഞങ്ങളുടെ പരിച. ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ്. കർത്താവെ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിനു ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. അവൻ്റെ മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശു ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നും. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്തു: എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത്
എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലവും, നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിയുടെ പ്രതിഫലവും ലഭിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ആണ്ടുവട്ടത്തിലെ 13ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ചപ്പോൾ നമുക്ക് നൽകപ്പെട്ട വചന വിചിന്തനം സുവിശേഷത്തിലൂടെ ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എല്ലാറ്റിലും ഉപരിയായിട്ട് നീ നിൻ്റെ ദൈവമായ കർത്താവിനെയാണ് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടുകൂടെ നീ സ്നേഹിക്കേണ്ടത്, നീ ആരാധിക്കേണ്ടത്, നീ മഹത്വപ്പെടുത്തേണ്ടത് എന്നാണ്. അതിനേക്കാളും ഉപരിയായിട്ട് ദൈവം നമ്മളിൽ നിന്നും ഒന്നും ആഗ്രഹിക്കുന്നില്ല. അതിനേക്കാളും ചെറുതായിട്ടും ദൈവം നമ്മളിൽ നിന്നും ഒന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം ഏറ്റവും വലിയ മഹത്വത്തിൽ കുടികൊള്ളുന്നവനായ ത്രിത്വൈക ദൈവത്തിന് തന്നെയാണ്. ഇവിടെ അത് ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് നൽകുകയാണ്. അതായത് എന്നെക്കാളധികമായി പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ അർത്ഥമാക്കുക പിതാവിനെയും മാതാവിനെയും തള്ളിക്കളഞ്ഞുകൊണ്ട് യേശുവിനെ സ്വീകരിക്കുക എന്നുള്ളതല്ല. മറിച്ചോ യേശുനാഥൻ ഒരിക്കൽ പറയുകയുണ്ടായി, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവനാരാണോ അവനാണ് എൻ്റെ സഹോദരൻ, സഹോദരി, അമ്മയും എന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ നീയും നിൻ്റെ മാതാപിതാക്കളും തമ്മിലുള്ള ആ സ്നേഹത്തിൽ ദൈവത്തിൽ എത്രമാത്രം സ്ഥാനം കൊടുക്കുന്നുണ്ട്. കാരണം ആ അപ്പനെയും അമ്മയെയും ദൈവത്തെക്കാൾ കൂടുതലായിട്ട് സ്നേഹിക്കുമ്പോഴാണ് അവിടെ ദൈവിക മൂല്യങ്ങൾ ഇല്ലാതെ വരിക. കാരണം ഞാൻ എൻ്റെ അപ്പനെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെ എല്ലാറ്റിലും ഉപരിയായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു ആത്മീയത കടന്നു വരണമെന്നില്ല. അവർ തെറ്റ് ചെയ്താലും സ്നേഹിക്കും. അതുകൊണ്ട് അവർ ആത്മീയ ജീവിതം നയിക്കുകയാണെങ്കിലും അല്ലെങ്കിലും ജീവിക്കും. അവർ പാപം ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിലും സ്നേഹിക്കും എന്നൊക്കെയാണ്. അപ്പോൾ ഞാനും എൻ്റെ പിതാവും, അതായത് എൻ്റെ അപ്പനും തമ്മിലുള്ള സ്നേഹബന്ധം, ആ ബന്ധത്തിൽ ദൈവ സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിച്ചിട്ട് വേണം ആ സ്നേഹത്തിൽ നിലനിൽക്കുവാനായിട്ട്. ആ സ്നേഹത്തിൻ്റെ വിരുദ്ധത്തിനെതിരായിട്ടുള്ള പാപങ്ങളും പാപ സാഹചര്യങ്ങളും ഒക്കെ ഈ രണ്ട് ബന്ധങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ ഏറ്റവും കൂടുതൽ മഹത്വം കൊടുക്കുന്നത് നിൻ്റെ അപ്പനെയാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കാത്തത് കൊണ്ടല്ലേ ആ തെറ്റ് തിരുത്താത്തത്, ആ തെറ്റിൽ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ആ വ്യക്തി ദൈവത്തിന് യോഗ്യനല്ല, സ്വർഗത്തിന് യോഗ്യനല്ല. അതേപോലെയാണ് ഞാനും എൻ്റെ അമ്മയും തമ്മിലുള്ള ബന്ധം. ഈ ബന്ധത്തിൽ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ളത് എന്തെങ്കിലും ചിന്തയിലോ പ്രവൃത്തിയിലോ വാക്കുകളിലോ ഉപേക്ഷയിലോ ഈ സ്നേഹബന്ധത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ദൈവത്തെക്കാളും കൂടുതലായിട്ട് ഞാൻ എൻ്റെ അമ്മയും തമ്മിലുള്ള ബന്ധത്തെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ സ്വർഗത്തിന് നീ യോഗ്യനല്ല എന്ന് പറഞ്ഞ പോലെയാണ് മക്കളോടുള്ള സ്നേഹവും സഹോദരങ്ങൾക്കിടയിലുള്ള സ്നേഹവും. അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ ബന്ധങ്ങളിൽ, ദാമ്പത്തിക ബന്ധങ്ങളിൽ, അതുപോലെ തന്നെ ജോലിയിടങ്ങളിലുള്ള ബന്ധങ്ങളിൽ, ആ ബന്ധങ്ങളിൽ പാപം ചെയ്തുകൊണ്ട് ആ ഒരു സൗഹൃദത്തിന് കൂട്ടുനിൽക്കുകയാണ്
അതുപോലെ തന്നെ ആ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് കർത്താവിനെ മാറ്റിവെക്കുകയാണ്, ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ നമ്മളാരും ക്രിസ്തുവിന് യോഗ്യരല്ല, സ്വർഗരാജ്യത്തിന് യോഗ്യരല്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും യേശുനാഥൻ പറയുകയാണ്, കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ അനുഗമിക്കട്ടെ എന്ന്. എന്നെ അനുഗമിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് വരട്ടെ. ഇനി ഈ ബന്ധങ്ങൾ മാത്രമല്ല, സ്വയം പരിത്യജിക്കുന്ന ഒരു മൂല്യത്തിലേക്ക് കടന്നു വരണം. കാരണം ഞാൻ ബന്ധങ്ങളിൽ മാത്രമായാൽ പോരാ, ഞാൻ എന്നിൽ തന്നെ ഒരു ക്രിസ്തീയ മൂല്യം കാണണം. അത് കാണുന്നത് എങ്ങനെയാണ്? സ്വയം പരിത്യജിക്കണം. കാരണം ഞാൻ എന്നൊരു വ്യക്തിയെ ആശ്രയിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക എന്നതിനേക്കാളും ഉപരിയായിട്ട് എനിക്ക് വേണ്ടി ജീവൻ ബലി അർപ്പിച്ചവൻ, എന്നെ സ്നേഹിക്കുന്നവൻ, എന്നെ കരുതുന്നവൻ, എന്നോട് കരുണയുള്ളവൻ, എനിക്ക് മുന്നോട്ട് ജീവിക്കുവാനായിട്ട് ശക്തി നൽകുന്നവൻ, അവൻ എന്താണ് എന്നിലൂടെ ആഗ്രഹിക്കുന്നത്? ആ ആഗ്രഹത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുമ്പോഴാണ് ഞാൻ എന്നെ തന്നെ പരിത്യജിക്കുന്നത്. ഈ പരിത്യാഗം എന്ന് പറയുന്നത് ചിലപ്പോൾ വേദനാജനകമായിരിക്കാം, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ വേദനാജനകമായിരിക്കാം. ഈ വേദനയാകുന്ന കുരിശ് നീ വഹിച്ചാൽ മാത്രമേ നീ ക്രിസ്ത്യാനിയായി മാറുകയുള്ളൂ, അവനെ അനുഗമിക്കുന്നവൻ ആയി മാറുകയുള്ളൂ. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും ഒപ്പം തന്നെ നമ്മുടെ ഈ ആത്മീയത ജീവിതമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും ശ്രദ്ധിക്കുക, എൻ്റെ ബന്ധങ്ങളിൽ, എൻ്റെ കുടുംബ ബന്ധങ്ങളിൽ ക്രിസ്തുവിന് എത്രമാത്രം സ്ഥാനമുണ്ട്. ഏറ്റവും മഹത്വം, ബന്ധങ്ങളിലും ഏറ്റവും കൂടുതൽ മഹത്വം ക്രിസ്തുവിനാണോ കൊടുക്കുന്നത്? ഇനി അങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ വൈകുന്നേരം കുരിശ് വരയ്ക്കുവാനായിട്ട് മാതാപിതാക്കൾ പറയുമ്പോൾ മക്കൾ എതിർത്ത് നിൽക്കുകയില്ല. ഇനി മക്കൾ മാതാപിതാക്കളോട് കുരിശ് വരയ്ക്കാൻ പറയുമ്പോൾ, സഹോദരങ്ങൾക്കിടയിൽ കുരിശ് വരയ്ക്കാൻ പറയുമ്പോൾ അവർക്കിടയിൽ ഒരു ഭിന്നതയുണ്ടാവുകയില്ല. അവിടെ ആത്മാവിൻ്റെ പ്രവർത്തനമുണ്ട് എന്നാണ്. പള്ളിയിൽ പോകാൻ, വിശുദ്ധ ബലിക്കായിട്ട് പോകാൻ പറയുമ്പോൾ അവിടെ ഒരു ഭിന്നതയുണ്ടാവുകയില്ല. വൈകുന്നേരം പോകാൻ, രാവിലെ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭിന്നത അവിടെ ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ കർത്താവിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്നവരായി മാറും. ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറും. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് നയിക്കപ്പെടുന്നത്. അവർക്കറിയാം, പല കുടുംബങ്ങളിലും ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം ഇതാണ്. മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ അതിന് കാരണം എന്താണ്? അത് കേൾക്കാതിരിക്കത്തക്ക വിധത്തിൽ നീയും നിൻ്റെ മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ മഹത്വം കർത്താവിന് കൽപ്പിക്കപ്പെടുന്നില്ല. അപ്പോൾ നീ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ നീ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും, നിസ്സാര കാര്യങ്ങൾക്കാണെങ്കിൽ പോലും അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാനായിട്ട് അനുവദിച്ചു. അതിൻ്റെ പരിണിത ഫലമായിട്ട് അവർ തിന്മയിൽ വളരുവാനായിട്ട് ആ ബന്ധങ്ങളിലും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഒഴിവാക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഒപ്പം സ്വാർത്ഥതകൾ, ആ ബന്ധങ്ങളിലുള്ള സ്വാർത്ഥതകൾ മുളയെടുത്തുകൊണ്ട് വളർന്നുകൊണ്ട് ഇരുന്നു എന്നാണ്. ഒരു സ്റ്റേജിലെത്തുമ്പോൾ ആ ബന്ധത്തിൽ ക്രിസ്തുവിന് ഒരു സ്ഥാനവും കൊടുക്കാതിരിക്കുന്ന ഒരവസ്ഥയായി മാറുന്നു. പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഇനി അപ്പനും മകനും അല്ലെങ്കിൽ അമ്മയും മകനും എന്നുള്ള ബന്ധത്തിൽ അനുസരണയില്ല, ഒപ്പം തന്നെ ദൈവിക കാഴ്ചപ്പാടുകളില്ല എന്നാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്തണം, ആത്മീയതയിൽ വളർത്തണം എന്ന് പറയുന്നത് അതുതന്നെയാണ്. നമ്മൾ ജ്ഞാനസ്ഥാന സമയത്തൊക്കെ നമ്മൾ വാഗ്ദാനം ചെയ്യാറുണ്ട്. അതായത് എൻ്റെ കുഞ്ഞുങ്ങളെ ആത്മീയമായിട്ട്, അതുപോലെ തന്നെ വിവാഹത്തിന് മുന്നോടിയായിട്ടുള്ള കോഴ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. അത് നമ്മൾ പ്രാവർത്തികമാക്കുവാനായിട്ട് ആഗ്രഹിച്ചിട്ടുമുണ്ട്. അത് ദൈവത്തോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വിവാഹം എന്ന കുദാശയിലൂടെ. ആ വാഗ്ദാനങ്ങളും ആ ആഗ്രഹങ്ങളൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എവിടെ പോയി എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. എത്രമാത്രം അതിനോട് കൂറ് നമുക്കുണ്ട് എന്ന് നമ്മൾ ഒന്ന് വിവേചിച്ചറിയേണ്ടതുണ്ട്, ഒന്ന് ആത്മപരിശോധന ചെയ്യേണ്ടതുണ്ട്. കാരണം കർത്താവ് വളരെ ശക്തവും വ്യക്തവുമായിട്ടാണ് പറയുന്നത്, എന്നെക്കാളും ഉപരിയായിട്ട് നിങ്ങളുടെ കുടുംബജീവിതത്തിലെ ബന്ധങ്ങൾ, സമൂഹത്തിലുള്ള ബന്ധങ്ങൾ, ജോലിയിടങ്ങളിലുള്ള ബന്ധങ്ങളിൽ
മറ്റുള്ളവർക്ക് മഹത്വം കൊടുക്കുമ്പോൾ അവിടെ ഞാൻ ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്, എനിക്ക് യോഗ്യരല്ലാതിരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഓരോ ബന്ധങ്ങളിലും ആ ബന്ധങ്ങളെ ഊഷ്മളമാക്കി മാറ്റേണ്ടത്, ആ ബന്ധങ്ങളിൽ അനുഗ്രഹത്തിൻ്റെ വളർച്ചയുണ്ടാവേണ്ടത് ആ ബന്ധങ്ങളിലുള്ള ക്രിസ്തു സാന്നിധ്യമാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ഓരോ ബന്ധങ്ങളിലും ക്രിസ്തുവിനാണ് മഹത്വം കൊടുക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ മഹത്വമാണ് നമ്മുടെ ബന്ധങ്ങളിൽ വളരേണ്ടത്, വളർന്ന് ഉയരേണ്ടത്. ഈ ആത്മീയത കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങളുടെ എല്ലാ ബന്ധങ്ങളിലും അങ്ങേക്ക് മഹത്വം ഉണ്ടാവട്ടെ എന്ന്. ദൈവം ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രകടമാക്കിക്കൊണ്ട് ഏറ്റുപാടാം. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങളാമെല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കും മുൻപു പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസുതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നുമിറങ്ങി പാരിൽ കന്യാമറിയത്തിൽ നിന്നോറുഹായാൽ ധന്യ ശരീരമെടുത്തു നരനായി പോന്തിയോസ് പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാം പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു വിശ്വസിക്കുന്നേ നീ സത്യങ്ങളെല്ലാം. ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസമുയിർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറിയിരുന്നരുളുന്നു തൻ പിതാവിൻ വലം പാർശ്വത്തിലായി. ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാണ് തൻ വാഴ്ചയെന്നതും
വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെമ്മേ പുറപ്പെടും പാവനാത്മാവിൽ താതനും ജാതനും ഒന്നിച്ചു നിത്യം സുസ്ഥ്യനും പൂജ്യനുമാകും റൂഹായി. വേദപ്രവാചകന്മാർ വഴിയെല്ലാം നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റം ഉറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാനേക വിശുദ്ധ കാതോലിക്ക അപ്പസ്തോലിക്ക സഭയിൽ പാപവിമോചനമേകുന്നോരേക ജ്ഞാനസ്നാനം ഭക്ത്യ പ്രഖ്യാപിക്കുന്നേ. മൃത്യു വരിച്ചവർക്കുള്ളോരുയിർപ്പും നിത്യ പരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റമുറപ്പായിഹത്തിൽ പ്രത്യാശയോടിത കാത്തിരിക്കുന്നേ. ആ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ദത്തെടുപ്പിൻ്റെ കൃപയാൽ അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അനുഭവിച്ചറിയാൻ കൃപ ചൊരിഞ്ഞല്ലോ. ആ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. സ്നേഹപിതാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് പിതാവിനെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും ഏറെ പ്രത്യേകിച്ച് സ്നേഹത്തിൻ്റെ ഈ ദിവ്യയാഗം അർപ്പിക്കുന്ന ഞങ്ങളുടെ സ്നേഹബഹുമാനപ്പെട്ട ജോഷി അച്ഛനെയും അങ്ങ് അനുഗ്രഹിക്കണമേ. സ്വന്തം കുരിശെടുത്ത് അങ്ങേ അനുഗമിക്കുന്ന ഇവർ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുകയും സഭയെയും സഭാമക്കളെയും ചേർത്ത് നിർത്തുന്നതിനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. രക്ഷകനായ ദൈവമേ, അനുദിന ജീവിതത്തിലെ രോഗമാകുന്ന, പട്ടിണിയാകുന്ന, ദാരിദ്ര്യമാകുന്ന കുരിശു ചുമന്നുകൊണ്ട് നടന്നു നീങ്ങുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അവരുടെ വേദനകളിൽ ആശ്വാസമായി സ്വാന്തനമായി കടന്നു ചെല്ലുവാനുള്ള കൃപ മക്കളായി ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. കുടുംബങ്ങളുടെ നാഥനായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കേന്ദ്രങ്ങളാക്കി മാറ്റണമേ. ഈ ചെറിയവനിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കില്ല എന്ന വചനം അനുസ്മരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് അവരെ അംഗീകരിച്ച് സഹകരിച്ച് മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗസ്ഥനായ പിതാവേ, രാഷ്ട്രീയപരമായും മതപരമായും അധികാരത്തിലിരിക്കുന്ന എല്ലാ ഭരണാധികാരികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെയും പൊതുനന്മ ലക്ഷ്യമാക്കി തീരുമാനങ്ങൾ എടുക്കുവാനും പ്രവർത്തിക്കുവാനും അവർക്ക് പരിശുദ്ധാത്മാവിനാൽ പ്രചോദനം നൽകണമേ. ഞങ്ങളുടെ രാജ്യത്ത്, സഭയിൽ, സമൂഹത്തിൽ ഐക്യവും സഹകരണവും സമാധാനവും നിലനിർത്താൻ കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയനാഥനായ തമ്പുരാനെ, ഈ ലോകം വെടിഞ്ഞുപോയ എല്ലാ സഹോദരി സഹോദരന്മാർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്താൽ അവർക്ക് നിത്യശാന്തി നൽകുകയും അങ്ങയുടെ സ്വർഗീയ ഭവനത്തിൽ അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിൻ്റെ രക്ഷയെന്ന ബലിപീഠത്തിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തവ അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ. കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ. ഉള്ളവും എന്നുള്ളതും ദേഹവും എൻ ദേഹിയും സ്നേഹമോടേകാം സ്നേഹമോടേകാം. നീർത്തുള്ളി വീഞ്ഞിൽ ചേർന്നിടുമ്പോൾ നിന്നിൽ ഞാൻ ഒന്നായി ലയിക്കട്ടെ. നീർത്തുള്ളി വീഞ്ഞിൽ ചേർന്നിടുമ്പോൾ നിന്നിൽ ഞാൻ ഒന്നായി ലയിക്കട്ടെ. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിനെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, അങ്ങേ രഹസ്യങ്ങളുടെ ഫലം കനിവാർന്ന് അങ്ങ് ഉളവാക്കുന്നുവല്ലോ. അങ്ങനെ ഞങ്ങളുടെ ശുശ്രൂഷകൾ വിശുദ്ധമായ ഈ കാഴ്ചദ്രവ്യങ്ങൾക്ക് യോജിച്ചതാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവിനാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാകുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത് അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണ ഉന്മൂലനം ചെയ്യുകയും ഉദ്ധാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങളും ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന
കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് മനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണോയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിരുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ
ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിലല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണമേ. എന്നു ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പര സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണേ. ശാന്തി നൽകണേ. ശാന്തി നൽകണേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയുംകാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അർപ്പിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത ഈ ദിവ്യബലി ഞങ്ങൾക്ക് ജീവൻ നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങയോടുള്ള നിരന്തര സ്നേഹത്താൽ ഒന്നായി തീർന്ന് എന്നും നിലനിൽക്കുന്ന ഫലം ഞങ്ങൾ പുറപ്പെടുവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, കർത്താവിന്റെ സ്നേഹത്തിൽ ജീവിക്കുവിൻ. ദൈവത്തിന് നന്ദി.
അമ്മേ കനിവിൻ്റെ നാഥേ അനുഗ്രഹവർഷത്തിൻ നാഥേ അനുഗ്രഹം ചൊരിഞ്ഞു നീ എന്നും ആശ്രിതർക്കാലംബമേകൂ അമ്മേ അനുഗ്രഹനാഥേ. സന്ധ്യാദീപം കൊളുത്തി ഞാൻ ജപമാലയർപ്പിക്കുമെന്നും സന്ധ്യാദീപം കൊളുത്തി ഞാൻ ജപമാലയർപ്പിക്കുമെന്നും ശ്രീലോകരാജ്ഞിയാം അമ്മേ നിൻ മുന്നിലൻ കൃതജ്ഞതയർപ്പിക്കുമെന്നും ശ്രീലോകരാജ്ഞിയാം അമ്മേ നിൻ മുന്നിലൻ കൃതജ്ഞതയർപ്പിക്കുമെന്നും അമ്മേ കനിവിൻ്റെ നാഥേ.